ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 14:23 യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇവളവരെ വചനം കൃത്യമായി പറയുകയാണ്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ വചനം അനുസരിക്കുക. ഈശോ പറഞ്ഞ മെയിനായിട്ടുള്ള വചനങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ വചനങ്ങൾ. അതായത് ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. ഇങ്ങനെ കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ വന്ന് ഈശോയും ദൈവവും പരിശുദ്ധാത്മാവും നമ്മളിൽ വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 5:3 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ വചനം അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടുത്തെ വചനം ഭാരമുള്ളവയല്ലെന്ന്. അതായത് യോഹന്നാൻ ആ വചനം അനുസരിച്ചു. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഈ വചനം ഭാരമുള്ളവയല്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിയായി മാറുന്നത്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാക്ഷിയായി മാറുന്നത്. വിശുദ്ധരെല്ലാം അതാണ് നമ്മളെ കാണിച്ചു തന്നത്. ഈശോ പറഞ്ഞു, ഈ ചെറിയവരിലൊരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനം മദർ തെരേസ അനുസരിച്ചപ്പോഴും മദർ തെരേസ വചനം അനുസരിച്ച വ്യക്തിയായി മദർ തെരേസയിൽ ഈശോ വന്ന് വസിച്ചു, പരിശുദ്ധാത്മാവെന്ന് ദൈവം വസിച്ചു. അപ്പോൾ മനുഷ്യരെല്ലാം മദർ തെരേസയെ കാണുന്നത് ഒരു ഈശോയെ പോലെ ആയിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മളും വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുകയും മറ്റുള്ളവർക്ക് നമ്മളിൽ ഈശോയെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, അൽഫോൺസാമ അനുസരിച്ച വചനം ഇതാണ്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അഴുകുന്നെങ്കിലും അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12:24. അപ്പോൾ ഈ വചനം അൽഫോൺസാമ അനുസരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അൽഫോൺസാമ അനേകർക്ക് മാതൃകയായി മാറി. ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്ന് അങ്ങനെ ഈശോ അൽഫോൺസാമയിൽ വന്ന് വസിച്ചു. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും അൽഫോൺസാമ ഈശോയുടെ സാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതവും വചനം അനുസരിച്ച് ജീവിച്ച് ഈശോ നമ്മളിൽ വസിക്കുന്ന വ്യക്തികളായി മാറുവാൻ, നമ്മളെ കാണുന്നവർ ഈശോയെ കാണുന്നവരായി മാറുവാൻ, അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുവാൻ, ക്രിസ്ത്യാനി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുക. പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഈ വചനം അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ ഇന്നേ ദിവസം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ ബന്ധങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.